ഇതെല്ലാം ഉണ്ടെങ്കിലും വേറെ ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വലിയ പ്രതീക്ഷയാണ്. വിജയം ഉറപ്പിച്ച മട്ടിലുള്ള ഒരു പ്രതീക്ഷയാണ്. അതോടൊപ്പം ബിജെപിയുടെ സ്ഥാനാർത്ഥി, ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലെല്ലാം ചർച്ച നടന്നത് ബിജെപിക്ക് വലിയ അട്ടിമറി സാധ്യത ഇവിടെ ഉണ്ടെന്നാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പ്രതീക്ഷ എല്ലാവരും പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത കൈവിട്ടു പോകുമെന്ന് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷ എല്ലാവർക്കും ഉള്ളത് നല്ലത് തന്നെയാണ്. ഒരിക്കലും ആരെയും ഞാൻ ഈ ഇലക്ഷൻ്റെ തുടക്കം വലുതായി ഇതുവരെയും ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ കുറ്റപ്പെടുത്തുകയോ ഒരു മുന്നണി കുറ്റപ്പെടുത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞാൽ യു ഡി എഫിൽ അവർ മുഖ്യമന്ത്രിയാണല്ലോ, അവർക്കിപ്പോൾ ആവശ്യം. ബാക്കി റിസൾട്ടിന് മുമ്പേ അവർക്ക് മുഖ്യമന്ത്രി ആവശ്യമുള്ള ഒരു പാർട്ടിയായിട്ടാണ് ഞാനല്ല പൊതുജനം തന്നെ വിലയിരുത്തുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആരെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ബി ജെ പിയുടെ ആയിക്കോട്ടെ, ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കണക്കുകൾ വരുമല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബാലറ്റിനകത്ത് കിടക്കുന്നതിനകത്ത് നമ്മൾ ഇനിയിപ്പം ആണെന്നോ അല്ലെന്നോ പറഞ്ഞതുകൊണ്ട് അത് മാറാൻ പോകുന്നില്ലല്ലോ. ഓൾറെഡി ഡൺ. ലെറ്റ് us വെയിറ്റ് ടിൽ ഫോർത്ത്. ഞാൻ നല്ല പ്രതീക്ഷയിലാണ്. പോസിറ്റീവായിട്ടുള്ള കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഒരു കാര്യം, ഈ രാഷ്ട്രീയമല്ലാതെ തന്നെ ഒരു സിനിമാ താരമാണ്. അപ്പോൾ അങ്ങനെ വീടുകളിൽ വോട്ട് തേടിപ്പോയപ്പോൾ സിനിമാ താരത്തെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? അല്ല, സിനിമാ താരമല്ല, ഫിലിം ആക്ടറാണ് ഞാൻ. ഒരു താരം എന്നുള്ള ഒരു പരിവേഷമല്ല എനിക്ക്. കാരണം വെച്ചാൽ താരം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. മലയാളത്തിലെ താരങ്ങളെക്കാളേറെ ഞാനെപ്പോഴും പറയാറുണ്ട്, മലയാളത്തിലെല്ലാം അഭിനേതാക്കളാണ് കൂടുതലും കാണുന്നത്. താരങ്ങളെക്കാൾ എനിക്ക് മനസ്സിലാകുന്നത് അഭിനേതാക്കൾ. എല്ലാ താരങ്ങളും അഭിനേതാക്കളായിട്ടാണ് മലയാളത്തിൽ കാണുന്നത്. എന്തായാലും അത് ഒരു വശത്ത്. വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതൊരു വലിയ കാര്യമാണ്. ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് സമയപരിമിതി വളരെ കുറവായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കമ്മിറ്റഡ് ഫിലിംസ് ഉണ്ടായിരുന്നു. ഖലീഫ എന്ന് പറയുന്ന ശ്രീ വൈശാഖ് പൃഥ്വിരാജ് പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇലക്ഷൻ്റെ ഇത് വന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ടിന് പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഷൂട്ടിന് പോയി, എനിക്ക് ആ പടം കിട്ടിയത് ഒരു 15 ദിവസമാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും 2-3 ദിവസം ഷൂട്ടിന് പോവേണ്ടതായിട്ട് വന്നു. ഈ 2 ആഴ്ചക്കാലമാണ് എനിക്ക് ഒരു മണ്ഡലത്തിൽ, അതൊരു അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് 2 ആഴ്ച കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നത് മനസ്സിലാക്കണം. ഈ 2 ആഴ്ച കൊണ്ടായാലും ശരി, ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ